ദൈവത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമുണ്ടാവും. ദൈവത്തിന്റെ നാമം എന്താണെന്ന് നമ്മൾ മറന്നിരിക്കുന്നു എന്നതാണ് കൂടുതൽ ശരി. ദൈവമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയും ചെയ്യുന്നു. മറ്റു ചിലരാവട്ടെ ദൈവത്തിന് പകരം ദേവന്മാരെയും പിശാചുക്കളെയും മനുഷ്യരെയും കല്ലിനെയും മൃഗങ്ങളെയും ആരാധിക്കുന്നു. അതിനു പ്രധാന കാരണം മനുഷ്യന്റെ ദൈവത്തിൽ നിന്ന് അകന്ന തിന്മയിൽ ലയിക്കാനുള്ള അതിയായ ആഗ്രഹമാണ്, കൂടാതെ പൈശാചിക ശക്തികളുടെ ഇടപെടലും. ദൈവത്തിന്റെ നാമം പഴയ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽക്കാർ ആ നാമത്തെ വളരെ പണ്ടേ തന്നെ മറക്കുകയും പുസ്തകത്തിൽ നിന്ന് എടുത്തു കളയുകയും അതിനു പകരം കർത്താവ് എന്ന് അർത്ഥമുള്ള അഡോനായി എന്ന പദം ഉപയോഗിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ മാനവരക്ഷയ്ക്കായുള്ള പ്രത്യക്ഷത ആണ് മനുഷ്യപുത്രൻ. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റു ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ അർത്ഥം നോക്കി വാക്കുകൾ, തലക്കെട്ടുകൾ എന്നിവ മാറ്റാമെങ്കിലും ഒരിക്കലും ഒരു വ്യക്തിയുടെ നാമമോ സ്ഥലത്തിന്റെ പേരോ ഒക്കെ മാറ്റുക എന്നത് സാധ്യമല്ല. അത് ഒരു തെറ്റായ കാര്യമാണ്. എന്നാൽ പേരിന്റെ ലിപി മാറുന്നതിൽ തെറ്റില്ല, പക്ഷേ ഉച്ചാരണം ഒന്നുതന്നെ ആയിരിക്കണം. ഉദാഹരണത്തിന് ബൈബിൾ എന്ന് നമ്മൾ മലയാള ലിപിയിൽ എഴുതിയാലും ഇംഗ്ലീഷ് ലിപിയിൽ എഴുതിയാലും വായിക്കുന്നത് ബൈബിൾ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാമം ഹീബ്രുവിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിലാണെങ്കിലും ഒന്ന് തന്നെയായിരിക്കണം. അതായത് അന്ന് ദൈവം നമുക്ക് നൽകിയ ശിഷ്യന്മാർ മനുഷ്യപുത്രനെ വിളിച്ചിരുന്ന ആ നാമം അത് തന്നെ നാം ഉപയോഗിക്കണം. ഹിന്ദു പുരാണങ്ങൾ ഏത് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്താലും ശിവ, വിഷ്ണു, ബ്രഹ്മ എന്ന് തുടങ്ങി എല്ലാവർക്കും അവരവരുടെ പേര് തന്നെ ഉപയോഗിക്കുന്നു. ഖുറാൻ തർജ്ജിമ ചെയ്താൽ അല്ലാഹ് എന്ന പേര് ആരും മാറ്റുന്നില്ല. അതുപോലെ തന്നെ ഗ്രീക്ക്, റോമൻ, ഈജിപ്ത് പുരാണങ്ങൾ, കഥകൾ എന്തു തന്നെയെങ്കിലും നാമം ആരുടെയും മാറുന്നില്ല. നമ്മുടെ തിരിച്ചറിയൽ രേഖയിലെ പേരും ഭാഷക്കനുസരിച്ച് മാറുന്നില്ല. എന്നാൽ നമ്മുടെ രക്ഷക്കായി നൽകപ്പെട്ട മനുഷ്യപുത്രന്റെ ഏകവും എന്നേക്കും നിലനിൽക്കുന്ന നാമമാണെങ്കിലോ അവർ തിരുത്തുകയും പകരം ജീസസ് എന്ന അർത്ഥമില്ലാത്ത ഒരു നാമം നൽകുകയും ചെയ്തു. നമ്മുടെ ഹൃദയവികാരങ്ങൾ അറിയുന്ന ദൈവത്തിനെ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർ ദൈവം എന്തിന് നമുക്കായി എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഏകനാമം നൽകി എന്നതും ആ ഏകനാമത്തിൽ തന്നെ സ്നാനമേൽക്കണമെന്ന് കൽപ്പിച്ചു എന്നതും മനുഷ്യൻ ആ നാമത്തിന് പകരം എന്തിന് മറ്റൊരു നാമം നൽകി എന്നതും വിസ്മരിക്കുന്നു. ബൈബിളിൽ നാമം എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായി തന്നെ കാണുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും ദൈവം പേര് നൽകുന്നുണ്ട്. കൂടാതെ ആദം എല്ലാ ജീവജാലങ്ങൾക്കും തന്റെ ഇണക്കും പേര് നൽകുന്നുണ്ട്. അബ്രാം, സാറായി, യാക്കോബ് എന്നീ പേരുകൾക്ക് പകരം മറ്റൊരു നാമവും ദൈവം നൽകുന്നതായി കാണാം. ഇക്കാലഘട്ടത്തിൽ ദൈവത്തിന്റെ നാമം എന്തെന്ന് കണ്ടുപിടിക്കുക ഇത്തിരി പ്രയാസമാണെങ്കിലും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും ചെയ്യും. ബൈബിൾ എഴുതിയത്, അതായത് പുതിയ നിയമവും പഴയ നിയമവും എഴുതപ്പെട്ടത് ഹീബ്രുവിലാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ വ്യാജ ഇസ്രായേൽ ഉപയോഗിക്കുന്ന വ്യാജ ഹീബ്രു അല്ല. സ്വർഗീയ ഭാഷയായ ആദം മുതൽ മനുഷ്യപുത്രൻ വരെ ഉള്ളവർ ഉപയോഗിച്ച പാലിയോ ഹീബ്രു എന്ന് നാം വിളിക്കുന്ന ഭാഷയിലാണ്. 1947 കുമ്രാൻ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ ഡെഡ് സീ സ്ക്രോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചുരുളകളാണ് ഈ അവസാന കാലഘട്ടത്തിൽ ദൈവനാമം പുനഃസ്ഥാപിക്കുവാൻ വഴിതിരിവായത്. ഈ ചുരുളകൾ എഴുതിയിരിക്കുന്നത് സ്വർഗീയ ഭാഷയിൽ തന്നെയാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ ഒന്നും തന്നെ അവർ നമുക്ക് നൽകിയിട്ടില്ല. പുതിയ നിയമം എഴുതിയപ്പെട്ടതും ഹീബ്രുവിലാണ്. എങ്കിലും നമ്മൾ എത്ര തിരഞ്ഞാലും അവ ലഭിക്കില്ല. അവ ഒന്നുകിൽ നശിപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ വത്തിക്കാൻ പുസ്തകശാലയിലും ഉണ്ടാവും. പകരം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലുള്ള തർജ്ജിമ മാത്രമാണ്. പുതിയ നിയമത്തിന്റെ യഥാർത്ഥ ഹീബ്രു പതിപ്പ് കേരളത്തിലുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ദൈവത്തിന്റെ നാമം എന്തെന്ന് നോക്കാം. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേലിലെ മക്കളുടെ അടുക്കൽ പോയി. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവരെ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളിച്ചെയ്തു, ഞാന് തന്നെ. ഇസ്രായേലിലെ മക്കളോട് നീ പറയുക, ഞാനാകുന്നവന് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളിച്ചെയ്തു, ഇസ്രായേലിലെ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യാഹ്വ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എന്റെ നാമധേയം. അങ്ങനെ സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. മനുഷ്യപുത്രൻ വന്നത് പിതാവിന്റെ നാമത്തിലാണ്. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവന് സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവൻ യാഹുഷ എന്നു പേരിടണം. എന്തെന്നാൽ അവന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യാഹുവ എന്ന നാമത്തിന്റെ അർത്ഥം ഞാൻ തന്നെ എന്നാണ്. യാഹു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. യാഹുഷ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിന്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിന്. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിന്. പാപമോചനത്തിനായി എല്ലാവരും യാഹുഷയുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിന്.
പരിശുദ്ധധാതുമാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവർ ഇതുകേട്ട് കർത്താവായ യാഹുഷയുടെ നാമത്തില് സ്നാനം സ്വീകരിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്നേക്കും നിലനിൽക്കുന്ന മാനവരക്ഷക്കായി നൽകിയിരിക്കുന്ന ഏകനാമം യാഹുഷ എന്നാണ്. ഉടനെ തന്നെ നടക്കാനുള്ള ഗോഗ് മഗോഗ് യുദ്ധത്തിനു ശേഷമുള്ള അവസാന വിധിക്കു ശേഷം അവിടുത്തെ ദാസര് അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.